എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നുണ്ടല്ലോ ഫലൂദ മിക്സ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയ ഒരു ഫലൂദയുടെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു പാക്കറ്റിൻ്റെ അകത്തുള്ള മിക്സ് വെച്ചാണ് ഞാൻ ഫലൂദ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ബേക്കേഴ്സിൻ്റെ ഫലൂദ മിക്സ് ആണ്. റോസ് ഫ്ലേവറിൻ്റെ ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. 200 ഗ്രാമോളം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ ഇത് എഴുതിയിട്ടുണ്ട്. ഒരു 6 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫലൂദ മിക്സ് ആണ്. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇത് തിളപ്പിച്ചെടുക്കുന്നത്. പാല് ചേർത്തതിന് ശേഷം നമ്മൾ കൈ എടുക്കാതെ കുറച്ച് നേരം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും. പാലൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫലൂദ മിക്സിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ആ മിക്സ് ഇതിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് മധുരത്തിൻ്റെ കുറവ് പോലെ ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഓൾറെഡി പഞ്ചസാര ഉള്ളതാണ്, പക്ഷേങ്കിൽ എനിക്ക് മധുരം കുറവ് പോലെ ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ ഇട്ടു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ പഞ്ചസാര, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അതായത് നല്ല ക്രീമി രീതിയിലാകുന്നിടം വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മുടെ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി രീതിയിൽ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് തണുക്കാൻ വെക്കാം. തണുത്തൂടെ കഴിയുമ്പോൾ നന്നായിട്ട് ഇത് കുറുകി വരും കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം ഇത് ഫ്രിഡ്ജ് വെച്ച് വീണ്ടും തണുപ്പിച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഫലൂദ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഞാൻ ജെല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് 2 ഗ്ലാസ്സിലും. അതിനുശേഷം ഞാൻ ആപ്പിൾ കട്ട് ചെയ്താണ് ഇടുന്നത്. നിങ്ങൾക്ക് വേറെ ഫ്രൂട്ട്സ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആപ്പിളും ജെല്ലിയും മാത്രമേ ഇടുന്നുള്ളൂ. അതിനുശേഷം അതിന് മുകളിലേക്ക് നമ്മുടെ ഈ തണുത്ത ഫലൂദ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ വാനില ഫ്ലേവറിലുള്ള ഒരു ഐസ്ക്രീമാണ് കേട്ടോ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള ഏത് വേണേലും ഇടാം. പിന്നെ കുറച്ച് ടോപ്പിംഗ് ആയിട്ട് ഞാൻ ആൽമണ്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ഇനി കടയിലൊന്നും പോയി നമ്മൾ ഫലൂദയൊന്നും കുടിക്കണ്ട. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ സുലഭമാണ് ഈ ഫലൂദ മിക്സ്. ബേക്കേഴ്സിൻ്റെ ആണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണേലും എടുക്കാം കേട്ടോ. ഇപ്പം നോമ്പ് സമയമല്ലേ, നോമ്പ് തുറക്ക് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫലൂദയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരേക്കും എല്ലാവർക്കും ബൈ.